ഛേ, ഇത് കുറെ കടന്ന കൈയായി പോയടാ. അയാൾക്ക് മിനിറ്റിന് ലക്ഷങ്ങൾ വില ഉണ്ടായിരിക്കാം, പക്ഷെ അതിനേക്കാൾ വിലയുള്ള ആളാ അതിന്റെ സ്നേഹം. വെറും 1.5 മാസം കൊണ്ട് എനിക്ക് അവളോട് ഇത്ര ഇഷ്ടം തോന്നിയെങ്കിൽ 12 വർഷത്തെ പരിചയം അവര് തമ്മിൽ അവരെത്രമാത്രം അടുത്ത് കാണും. മറക്കുക നല്ലത്. അവര് തമ്മിലാ ചേരുക, അതേ ചേരും. ഞാൻ വെറും ഫ്രണ്ട്. പോകാൻ പറഞ്ഞാ ശരി, ഇതൊരു വെക്കേഷൻ ഇവന്റാ, അത്രേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റൂടാ നിനക്ക്? ഇല്ല, പക്ഷേ എടാ, മറക്കാനും പൊറുക്കാനും നീ എന്ത് തെറ്റാ ചെയ്തത്? ഇഷ്ടപ്പെട്ടു പോയതോ അതോ സ്നേഹിച്ചു പോയതോ? ആ റിസോർട്ടിൽ കാണും അവര്. കേറി ചെന്ന് മുഖത്ത് നോക്കി പറടാ, എന്നിട്ട് വിളിച്ചിറങ്ങിക്കൊണ്ട് വാ. അതാ ഇപ്പൊ വേണ്ടത്. അതെ, മുള്ളിനെ മുള്ളോണ്ടെടുക്കണം, അല്ലാതെ മീശ വെച്ച് ആണാന്ന് തെളിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി സമയം കളയണ്ട, ഉടനെ പോയി പറയണം. സത്യത്തിൽ മീരയ്ക്ക് എന്നോട് ഇഷ്ടമുണ്ടോന്ന് പോലും ഇപ്പൊ എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ്? എല്ലാവർക്കും ഇഷ്ടം അവളെ. അവൾക്ക് നിന്നെ ഇഷ്ടാ. അവളോട് ഇഷ്ടമില്ലാത്തത് ഇപ്പൊ നിനക്ക് മാത്രമാ. അതാ ശരി. ഇട്ടെറിഞ്ഞു പോണെങ്കിൽ പോട്ടെന്ന നിന്റെ മനസ്സിൽ പല്ലേടാ. നീ ഒരു ചതിയൻ. തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ, എന്റെ നെഞ്ചി ചവിട്ടിയാ അയാളോളെ ഇറക്കിക്കൊണ്ട് പോയത്. എനിക്കിഷ്ടമാ അവളെ, ഒരുപാട് ഇഷ്ടമാ. എന്നാ ഡോളറും അവളുടെ തന്തയും കേൾക്കുമ്പോ നെഞ്ച് നിവർത്തി എന്ന് പറയടാ. ഞങ്ങളുണ്ട് നിന്റെ കൂടെ, ഇറങ്ങടാ. Mr. Raghavan Nambiar from Calcutta. Mr. Nambiar, suit 103. പക്ഷെ പുള്ളി ഇപ്പൊ ലോണിലുണ്ടാവും. വാടാ. സർ 1 minute. ഞാൻ പിന്നെ വിളിക്കാം. എന്താ? ഞാൻ മീരെ കാണാൻ വന്ന. എന്തിനാ? അത് ഞാൻ നേരി കണ്ടു പറഞ്ഞോളാം. പറ്റില്ല. നീ അധികാരത്തോടെ പറഞ്ഞ മീരയുണ്ടല്ലോ, കണ്ട നാട് നിരങ്ങളെ കാണാൻ കാത്തിരിക്കുന്നവളല്ല. ആരാ ഇവരെ ഇതിനകത്തേക്ക് വിട്ടത്? അതെ സാർ. ഇവിടെ കയറി വന്ന് പ്രശ്നമുണ്ടാക്കാൻ നിന്നെ വിട്ട നിന്റെ തന്ത മുല്ലശ്ശേരി മാധവമേനോൻ തന്നെ നേരിട്ട് വന്നാലും എന്നെ കാണണമെങ്കിൽ എന്റെ സമ്മതം വേണം. ആരും പറഞ്ഞയച്ചിട്ടല്ല ഞാൻ വന്നത്, സ്വന്തം ഇഷ്ടത്തിന്. കാണാൻ വന്നവരെ കണ്ടിട്ടേ ഞാൻ പോകും. തടയാൻ വന്ന നാണക്കേട് എനിക്കല്ല, നിങ്ങൾക്ക്. എന്നെ നാണം കെടുത്താൻ മാത്രം എന്തുണ്ട് നിന്റെ കയ്യിൽ? കാറ്റത്ത് പറന്നു വീണ് കടുംപാറയിൽ മുളച്ച വിത്താജാൻ. അത് നിന്റെ തന്ത മാധവമേനോന് നന്നായി അറിയാം. പൊയ്ക്കോ. കുറെ എംബോക്കികളെയും കൂട്ടി വന്നിരിക്കുന്നു. പിടിച്ചിറക്കി വിടണോ ഇവരെ? അടുക്കരുത്. ഞാൻ ഈ മനുഷ്യനെ തല്ലാനോ കൊല്ലാനോ വന്നതല്ല. ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട് ഇവിടെ. അവളെ കാണാൻ വന്ന, അത് തടയാൻ വന്ന ആരെയും വെറുതെ വിടില്ല. ഏറെപ്പാളി. പട്ടണത്തിൽ പഠിച്ച പെൺകുട്ടികള് അടുത്തിടപഴകി സംസാരിച്ചു എന്നൊക്കെ വരും. അത് പ്രേമമാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രശ്നമുണ്ടാക്കാൻ വന്നാൽ തല്ലി കൊന്നുകളയും ഞാൻ. തൊടില്ലെന്നെ ആരുടെ മുന്നിലും ചങ്കൂറ്റത്തോടെ വിളിച്ച് പറയും ഞാൻ. I love her. എത്ര തല്ലിയാലും ഞാൻ പറയും I love her. I love മീര. പറിച്ചെടുത്തോ, എന്നിട്ട് പണം നോക്കി പുറം പൂച്ച് നോക്കി ആർക്ക് വേണേ കെട്ടിച്ചെടുത്തോ. പക്ഷെ എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ആ പിള്ളേരത്ര ശരിയല്ല. ഇവിടെ വന്ന് ശല്യപ്പെടുത്താനും മാത്രം ചങ്കൂറ്റം കാണിച്ചില്ല എനിക്കരിശം. അപ്പോഴേക്കും പരാതി എത്തിയോ? അത്രയ്ക്കൊന്നും ഇല്ലടോ. ആ പിള്ളേരത്ര ശരിയല്ല. ഇവിടെ വന്ന് ശല്യപ്പെടുത്താനും മാത്രം ചങ്കൂറ്റം കാണിച്ചില്ല എനിക്കരിശം. അപ്പോഴേക്കും പരാതി എത്തിയോ? അത്രയ്ക്കൊന്നും ഇല്ലടോ. മൊത്തം ഒരു ഫോൾ പ്ലേ നിലവിലുണ്ടെന്ന് മാത്രം. അതെനിക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. വിട്ടുകളാ. അവന്മാരെ ഞാൻ നോട്ടം വിട്ടിട്ട് കുറച്ചു നാളായി. തന്നോട് കുതിര കയറി എന്നറിഞ്ഞപ്പോ പൊക്കിയാലോന്ന് കരുതിയതാ. പിന്നെ തന്നോട് ചോദിച്ചില്ല എന്ന് വേണ്ട, അതാ വന്നത്. പിന്നെ കുശലം പറച്ചിലും ആവാലോ. നല്ല 4 പൂശിന്റെ കുറവുണ്ടാ പൂവാലന്മാർക്ക്. അത് വളർത്തു ദോഷമാ. മാധവന്റെ മോനായി പോയില്ലേ, അതുകൊണ്ട് അത് അവിടെ അവസാനിപ്പിച്ചു. എന്നാൽ അങ്ങനെ. പക്ഷെ ഇനി എന്തെങ്കിലും യുവമാർ ഒപ്പിച്ചെന്നറിഞ്ഞാൽ ബാക്കി ഞാൻ കൈകാര്യം ചെയ്തോളാം. പ്ലീസ് പ്ലീസ് മീര സമയം തീരുമാനിക്കട്ടെ. റിലാക്സ് മീര. അത് Oh
With all the love beats of my heart and the heartbeats of my love, I love you, Mira. മീര, എന്താ മീര പെട്ടെന്ന് ഇങ്ങനെ? എന്താ അത്? ഷോമി, നൈസ് സെലക്ഷൻ. വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. മീര ഇത് നേരത്തെ തുറന്നു നോക്കണമായിരുന്നു. ഇറ്റ്സ് ടു ലേറ്റ്. മീര, ഞാനൊന്ന് ചോദിച്ചോട്ടെ? Be frank with me. Do you love him? Tell me. Do you love him? Leave it. പിന്നൊരു പ്രധാന കാര്യം, ഞാനിന്ന് പോവും. 2 ദിവസം കഴിഞ്ഞ് വരും. പേപ്പേഴ്സ് എല്ലാം ശരിയാക്കണം. Don't hide anything from me. തുറന്നു പറയണം, തയ്യാറാണെങ്കിലും അല്ലെങ്കിലും. ഓക്കെ, ബൈ. നിങ്ങൾ എന്നെ വിളിപ്പിച്ച എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യം എന്താണെങ്കിലും വേഗം പറയണം മിസ്റ്റർ ഗൗതം. ടേക്ക് ഇറ്റ് ഈസി മാൻ. ലിസൺ, നീ എത്ര നാളായി മീരയെ പരിചയപ്പെട്ടിട്ട്? എനിക്കറിയില്ല, ഞാൻ കണക്ക് വെച്ചിട്ടില്ല. എന്നാൽ എനിക്കറിയാം, എൻ്റെ കണക്കുകൾ കൃത്യമാണ്. വെറും 1.5 മാസം അല്ലേ നന്ദു? മീരയുമായി നീണ്ട 12 വർഷത്തെ അടുപ്പവും പരിചയവും സ്നേഹമുണ്ട് എനിക്ക്. എന്നിട്ടും എനിക്ക് തോന്നിയിട്ടില്ലാത്ത എന്ത് അടുപ്പമാണ് നിനക്ക് അവളോട് തോന്നിയിട്ടുള്ളത്? ഐ മീൻ, വാട്ട് ഈസ് ദിസ്? സം കൈൻഡ് ഓഫ് മിറാക്കിൾ? അതെന്റെ സ്വന്തം കാര്യമാണ്. എനിക്ക് ആരോടും വിശദീകരിക്കാൻ മനസ്സില്ലെങ്കിലോ? വേണ്ടല്ലോ, യു ആർ കറക്റ്റ്. ആർക്കും ആരോടും അടുപ്പം തോന്നാം. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ആർക്കും അത് കുറ്റമായി എടുക്കാനും പറ്റില്ല. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇറ്റ്സ് ഹൈ ടൈം യു റിയലൈസ് സംതിങ്. ഷീസ് മൈൻ. അധികം വൈകാതെ തന്നെ ഞാൻ അവളെ വിവാഹം കഴിക്കും. അതെന്ന് വേണമെന്നുള്ള കാര്യത്തിലൊഴികെ മീരയ്ക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? അതുകൊണ്ട് ഇറ്റ്സ് ബെറ്റർ യു ഫോർഗെറ്റ് ഹർ. മറക്കണോ വേണ്ട ഞാൻ തീരുമാനിച്ചോളാം. ഇതിനാണോ ഇയാളെ വിളിച്ചു വരുത്തിയത്? ഇയാളൊരു റിലാക്സ് മാൻ. മാന്യതയെക്കുറിച്ചൊന്നും പറയണ്ട. മീരയ്ക്ക് താൻ്റെ ഗിഫ്റ്റ് കൊടുത്തിരുന്നു അല്ലേ? ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. അതോ ബർത്ത്ഡേ എന്ന പേരിലോ? അതവൾ തുറന്നു നോക്കിയിരുന്നില്ല. അപ്പോഴെനിക്കെല്ലാം മനസ്സിലായി. നന്ദു, എല്ലാം തൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നത്തിങ് ഈസ് ഹാപ്പൻ ബിറ്റ്വീൻ യു ടു. മീര അത് തുറന്നു നോക്കിയത് ഇന്നാണ്. എനിക്കും. നുണ പറയാ, പിന്തിരിപ്പിക്കാൻ വേണ്ടി നുണ പറയാ. കൂൾ ഡൗൺ. സത്യങ്ങൾ കേട്ടാൽ ചൂടായി പോവും. പക്ഷേ നന്നായി കൺട്രോൾ ചെയ്യണം. നീ ഒരു പാവ. ഒരു ഫ്രണ്ട്ഷിപ്പ് ലവ് ആണെന്ന് തെറ്റിദ്ധരിച്ച പുവർ ലിറ്റിൽ ബോയ്. നിങ്ങളെന്നെ മിസ്ഗൈഡ് ചെയ്യാ. നിനക്കങ്ങനെ തോന്നാം. നിനക്കെന്നല്ല, ഈ അവസ്ഥയിൽപ്പെടുന്ന ആർക്കും തോന്നാം. കുറ്റം പറയാൻ പറ്റില്ല. ലുക്ക്, ഇത് കുറച്ച് ഡോക്യുമെന്റ്സ് ആണ്. മെഡ്രാസിലെ അമേരിക്കൻ കൗൺസിലേറ്റിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. എന്തിനാണെന്നറിയണ്ടേ? മീര എൻ്റെ ഒപ്പം വരുന്നു സ്റ്റേറ്റ്സിലേക്ക് ആസ് മൈ വൈഫ്. അണ്ടർസ്റ്റാൻഡ്? എനിക്കൊന്നും കേൾക്കണ്ട. എങ്കിൽ ഇനി എന്താ നിന്റെ സംശയം? പറയൂ, കേൾക്കട്ടെ. ഒന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ
ഇനി മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടരുത്. അതുകൊണ്ട് എല്ലാം മറന്നേ പറ്റൂ. ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഗുഡ് ബൈ നന്ദു. എനിക്ക് കേൾക്കണ്ട നിന്റെ ന്യായീകരണം. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. How could you? I can't justify anything. Please, എന്നോടൊന്നും ചോദിക്കരുത്. മീര എന്നെ തിരക്കി വരരുതായിരുന്നു. എന്ന് ആര് പറഞ്ഞു? നന്ദു, നീ ഒളിച്ചു കളിക്കുക? എന്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ പറ്റുമോ വരരുതായിരുന്നു എന്ന്? എന്തിനാ വരാൻ മാത്രം? എനിക്കൊന്നും പറയാനില്ല. അല്ല, പറയണം. പറയാൻ എനിക്കറിയാം നിനക്കുള്ള തുറക്കാൻ കഴിയില്ല. എനിക്ക് കാണണ്ട നിന്നെ. You are a cheat. ചതിയൻ. സ്നേഹം കാണിച്ച് എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഒന്നും തുറന്നു പറയാതെ രക്ഷപ്പെടുക നീ. എന്നെ എവിടെയോ തള്ളി എറിഞ്ഞിട്ട് ഇതാ നിന്റെ ചതി. ഒരു വാക്ക് പറഞ്ഞോ നീ? ഇഷ്ടാന്നൊരു വാക്കെങ്കിലും. എനിക്കറിയാം ഇഷ്ടാന്ന്. പക്ഷെ നീ അത് പറയണം. എന്റെ മുഖത്ത് നോക്കി പറയണം. പറയടാ, പറയാൻ എനിക്കത് കേൾക്കണം. ഒരു വട്ടെങ്കിലും, ഒരു വാക്കെങ്കിലും. ഒരു ഭീനുവിനെ പോലെ കുറിപ്പെഴുതി അവസാനിപ്പിച്ചു നീ കടമ്പ തീർക്കാൻ. എന്തിനാ നീ എന്നെ സ്നേഹിച്ച് ഒരു വാക്ക് പോലും പറയാതെ എന്നെ പറഞ്ഞയക്കാലോ? പറയടാ, പറയാൻ. പൊയ്ക്കോ നീ, പൊയ്ക്കോ. ഞാൻ പോവാ. പക്ഷെ ഒന്നോർത്തോ, you will never see me again. സർ, കീ സർ. റൂമിൽ മോളുണ്ടായിരുന്നല്ലോ. സന്ധ്യക്ക് പോയതാ സാർ, ഇതുവരെ വന്നിട്ടില്ല. എന്താ സാർ? ഒരു ഫ്രഷ് ജ്യൂസ് വേണം. നല്ല ക്ഷീണം. സർ. ഇവളിത് എവിടെ പോയിരിക്കുക? ഇനി സെല്ലെടുത്തില്ലേ? അവനെ ഞാൻ സാർ, എന്താ സാർ? ഇങ്ങോട്ടിരിക്കും. എന്താ സാർ, എന്താ പ്രശ്നം? ഒരു ഗുളിക എടുത്ത ബാഗിലുണ്ട്. ആദ്യം എൻ്റെ മോളെ വിളിക്ക്. സെല്ലിൽ റിങ്ങുണ്ട്, എടുക്കുന്നില്ല. ഈശ്വര, എവിടെ പോയെന്തോ. സാർ, 103 ഗസ്റ്റിന് തല ചുറ്റി.
ഹലോ പോലീസ് സ്റ്റേഷനല്ലേ? CI ശ്രീധർ സാറുണ്ടോ? സർ, നമ്മുടെ നമ്പ്യാർ സാർ തലചുറ്റി വീണു. മോളെ കാണുന്നില്ല, അതാ കാര്യം. എനിക്ക് അവളെ അറിഞ്ഞൂടാ സാർ. ഫോൺ ചെയ്യണം. ഫോൺ നിന്നെ കൊണ്ട് നോക്കട്ടടാ. എനിക്കൊരു ന്യായീകരണം കേൾക്കണ്ട. എന്റെ മോൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഈ തറവാട്ടിൽ ഇതുപോലെ ഗതികേട് ഉണ്ടായിട്ടില്ല. എപ്പ പറഞ്ഞു വിട്ടതാ? എങ്കിൽ ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട. മോനെ, പോട്ടടാ മക്കളെ. മക്കള് വാ, നീ ഇനി ഇതിന്റെ പേരിൽ ഒന്നിനും പോകണ്ട. ക്ഷമിക്കുക. ക്ഷമിക്കാൻ പറ്റണില്ല എനിക്ക്. അവനാ രാഘവൻ എന്നോട് ഇത് ചെയ്തല്ലോ. എടാ മാധവ, എന്റെ മോളെവിടെ? അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു നീ? ഈ പടി ചവിട്ടിൽ നിന്ന് ഉറപ്പിച്ചിറങ്ങിപ്പോയവനാ ഞാൻ. നിന്റെ പടിക്കൽ വന്ന് നിന്ന് ചോദിച്ചാലേ തരൂന്നാണെങ്കിൽ ഇപ്പൊ ചോദിക്ക. വിട്ടു താടാ എന്റെ മോളെ. ഇറങ്ങിപ്പോവാൻ പറയില്ല. അങ്ങനെ പറയാൻ ശീലിച്ചിട്ടുമില്ല. എനിക്ക് നോക്കാൻ എന്റെ തറവാടിത്തമുണ്ട്. തറവാടിത്തം ചക്കുറ്റോ ഒന്നും എനിക്ക് അറിയണ്ട. ഞാൻ താമസിക്കുന്നിടത്ത് വന്ന് നിന്റെ മോൻ അതിക്രമം കാണിച്ചത് ഏത് തറവാടിത്തത്തിന്റെ പേരില? ആട്ടി ഇറക്കിയിട്ടും പ്രേമ സമ്മാനങ്ങളുമായി ഇവനവിടെ കയറി വന്നില്ലേ? അതെന്ത് ആഠ്യത്തിന്റെ പേരില? എവിടെ എന്റെ മോള്? നീ എന്നെ ചീത്തയാക്കല്ലേ? നീ അങ്ങോട്ട് ചീത്തയാവാനാ? പോലീസിനെ കൊണ്ട് തല്ലിച്ചില്ലേ നീ ഇവരെ? ഞാൻ ഇതുവരെ കൈയറിഞ്ഞ് തല്ലിയിട്ടില്ല എന്റെ മോനെ. നിനക്കറിയാലോ, കാത്തിരുന്ന് വഴിപാടും പ്രാർത്ഥനയും കൊണ്ട് കിട്ടിയതാ എനിക്കിവരെ, എന്റെ ഏക ആശ്രയം. എന്നിട്ടെല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ ചെയ്തല്ലോ. എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ നിനക്ക്? ഇല്ല, ഞാൻ ആരെയും തല്ലാൻ പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ ആര് ചെയ്യിച്ചു ഇത്? നിന്റെ മോളെ പോലെ തന്നെ എനിക്കും എന്റെ മോൻ ജീവനാടാ. ഈ കുട്ടികൾക്കുമില്ലേ സ്വന്തക്കാര്? പൊന്നുപോലെ വളർത്തിയതാണ് അവരെയും. അവരുടെ അച്ഛനമ്മമാര് വന്ന് എന്നോട് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും ഞാൻ? എല്ലാം ചെയ്ത് വെച്ചിട്ട് ഒന്നും അറിഞ്ഞില്ല എന്ന് കൈ കഴുകുന്നു. ഞാൻ അറിയുന്ന രാഘവന് ഇങ്ങനെ ഒരു മുഖമില്ല. എനിക്കൊന്നും തലേ കയറില്ല. എനിക്ക് എന്റെ മോളെ കിട്ടണം. പോയി അന്വേഷിക്കടാ. ഒപ്പം താമസിപ്പിച്ചിരുന്നില്ലേ ഒരു അമേരിക്കക്കാരനെ? അവന്റെ സംസ്കാരത്തിൽ വിവാഹം കഴിക്കാതെ ഒരു ടൂറൊക്കെ ആവാം. അവൻ കൊണ്ടുപോയി കാണും. എന്താ അങ്കിൾ, എന്താ പ്രശ്നം? എവിടെ എന്റെ മോള്? മീര എവിടെയെന്ന്? ഏയ്, ടെൻസ് ആവില്ല അങ്കിൾ. മീര എവിടെയും പോവില്ല. അന്വേഷിക്കാം. വന്ന ഉടനെ അങ്കിൾ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോ അവിടെ പോയി നോക്കിയിട്ടാ വന്നേ. പറഞ്ഞത് കേൾക്കാതെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. മീര എവിടെയും പോവില്ല അങ്കിൾ. ഞാൻ ഇന്നലെ കണ്ടിരുന്നു. ഇനി ഒരിക്കലും കാണില്ലെന്ന് പറഞ്ഞ പോയത്. എന്നിട്ട് കുന്തം. മോളെ, അവളെ തൊട്ടുപോരുത്. മോന്തക്കിട്ട് രണ്ടെണ്ണം വെച്ച് തരിക വേണ്ടത്. ഒരു നല്ല തറവാടും സ്വന്തം ആൾക്കാർ ഇവിടെ കിടക്കുമ്പോ പ്രായമായ പെൺകുട്ടി കൊണ്ട് കണ്ട ലോഡ്ജ് പോയി താമസിക്കുക, എന്നിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി അടിക്കുക, ഒറ്റക്കിട്ട് ഇറങ്ങിപ്പോവുക. കാശുണ്ടായാൽ മാത്രം പോരുടെ നമ്പ്യാരെ. വിവരം വേണം. തള്ളില്ലാത്ത കുട്ടിയത്. ഇവളുടെ സങ്കടം ആരോട് പറയും? എന്റെ മെന്നെ എന്നാ ഒന്ന് വിളിച്ചു പറയായിരുന്നില്ലേ? മനസ്സുണ്ടായില്ല. എന്തേ? ഈ കുട്ടിക്ക് തന്റെ മുഖത്തൊക്കെ പേടിയാടോ.
എങ്ങോട്ടെങ്കിലും പോയാ മതി എന്നാ എന്റെ മനസ്സിൽ. അനുസരിച്ചില്ലെങ്കിൽ തല്ലില്ലേ താൻ? നട്ട പാതിരയ്ക്ക് ഇതിനെയും കൊണ്ട് ഇറങ്ങാന്ന് കരുതി. ഞാൻ പറഞ്ഞ് ആശ്വസിപ്പിച്ചപ്പോ ചുരുണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി. വിളിച്ചുണർത്താൻ തോന്നിയില്ലടോ. എന്റെ മോളെ ഞാൻ വേദനിപ്പിച്ചു. പോട്ടതാ. നമ്പ്യാരെ, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ തനിക്ക്? ഒരു ഊറ്റത്തിന് കിണറ്റി ചാടിയ 4 ഊറ്റത്തിന് കയറാൻ പറ്റില്ലാന്ന്. താൻ ഒരുത്തം കാരണം എന്റെ നന്ദമോന് ഇവർക്കും തല്ല് കിട്ടിയത് മാത്രം ബാക്കി. കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയി കയറ്റി വിടോ എവിടേക്കെങ്കിലും. അച്ഛനെ വേണ്ട, ഇനിയൊന്നും പറയണ്ട. അങ്കിൾ, പേപ്പേഴ്സ് എല്ലാം ശരിയാക്കിയിട്ടാണ് വന്നത്. നാളെ ഈവനിങ് ഫ്ലൈറ്റിനുള്ള ടിക്കറ്റും. ഇനി കല്യാണത്തിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളെ തീരുമാനിക്കാനുള്ളൂ. അല്ലേ മീര? എന്നാൽ ശരി അങ്കിൾ, വരട്ടെ. മോനെ ഗൗതം. അങ്കിൾ, നമുക്ക് റിസോർട്ടിൽ കാണാം. ഓക്കെ? ആരെയും വേദനിപ്പിക്കണമെന്നില്ലായിരുന്നു. അങ്ങനെ സംഭവിച്ചു പോയി മാധവ. നമ്മുടെ റോങ് നമ്പറിലെ അടുത്ത്. ബെസ്റ്റ് വിഷസ് മീര, രണ്ടുപേർക്കും. ഞാൻ പോവാ. ഇനി എന്നെങ്കിലും കാണാം. യെസ്, അതാ എൻ്റെ തീരുമാനം. അവന് കൊടുക്ക്. ഹായ് റോങ് നമ്പർ. സോറി നന്ദു, നിങ്ങളാ ചേരുക. നിങ്ങൾ തമ്മിൽ ചേരുക. ഓക്കെ? See you.